ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ മലനിരകളിൽ വൻ തീപിടുത്തം. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ തീ പടർന്നത് കാണുന്നത്. അപ്പോൾ തന്നെ തൊടുപുഴയിലെ ഫയർഫോഴ്സിനെ അറിയിക്കുകയും തൊടുപുഴയിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർ എഞ്ചിൻ ഇവിടെ എത്തുകയും തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ണപ്പുറത്തൊരു ഫയർ സ്റ്റേഷൻ അനിവാര്യമാണെന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ നൽകിയിട്ടും അധികാരികൾ ഇത് പരിഗണിക്കുന്നില്ലാത്തത് ഇതുപോലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ഫുള്ള് ഏരിയയിൽ മൊത്തം കത്തി നശിച്ചിറങ്ങി. അപ്പോൾ ഇല്ലിക്കൊക്കെ തീ പിടിക്കുന്നുണ്ടോ? സാറേ, ഇല്ലിക്ക് തീ പിടിക്കണ്ടല്ലോ. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ അധികാരികൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൊക്കെ തീ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കത്തിക്കയറുന്നുണ്ടല്ലോ. കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വന്നവർക്കറിയാം, ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് ആണ് കാണുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ കാണുന്നത് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഭയങ്കരമായിട്ട് കത്തല. അതിന് എന്തേലും അപ്പുറത്ത് കത്തുന്നുണ്ടേ. ഇല്ല, ഇതിൽ അപ്പുറത്ത് തന്നെ കൊണ്ടുപോയത് എത്തില്ല. ആ ഒരു മരത്തിന് മുകളിൽ കയറി കത്തുന്നുണ്ട്. അവിടുത്തെ ആ മരത്തിന് മുകളിൽ ഈ മരത്തിൻ്റെ ഈ സൈഡ് ഈ ഗ്യാപ്പിൽ അങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഇതേ കാണാം, ഇതേ അടിക്കാൻ വേണം. കാണാം, അത് കാണില്ല. ആ ഇതിനെ ചോട്ടി അടിക്കും. നമ്മുടെ കണ്ടപ്പുറം കോട്ടപ്പാറയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കോട്ടപ്പാറ മലനിരയിൽ റൈറ്റ് സൈഡിലേക്കായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ സൈഡിലായിട്ട് തീ പിടിച്ചേക്കാണ്. ഫയർഫോഴ്സ് വന്നിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആരും തീയിട്ടതാണോ എന്ന് അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല വീടുകളുടെ ഈ സമീപ പ്രദേശത്തൊക്കെ വീടുകളും കാര്യങ്ങളുണ്ട്. മരത്തിന് മുകളിലേക്ക് തീ പിടിച്ചൊക്കെ കേട്ടോ. മരത്തിന് മുകളിൽ തീ കിട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ കോട്ടപ്പാറയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കോട്ടപ്പാറ മലയിൽ ഇപ്പോൾ സംഭവിച്ചേക്കുന്നതാണ്. നിലവിലത്തെ ഈ കാണുന്ന ഇതിലേക്ക് ഇപ്പോൾ തീ പടർന്ന് കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള മരങ്ങളിലെല്ലാം തീ പടർന്ന് ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് തീ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ. ഫയർഫോഴ്സിന് ഒരു യൂണിറ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അവരെ കൊണ്ട് തീ അണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ, ഭയങ്കരമായൊരു തീ കത്തലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. മരത്തിന് മുകളിൽ ഒരു കയറി കത്തി എന്ന് പറയുമ്പോൾ ഈ തീ പടർന്ന് കയറിയതാണ് ഇങ്ങോട്ട്. ഒരു വണ്ടി യൂണിറ്റ് കൊണ്ട് ഒന്നും ആവുമല്ലോ തോന്നുന്നു അല്ലേ? സാറേ, അവിടെ മറ്റേ മുള മൊത്തം കത്തുന്നുണ്ടല്ലോ. അപ്പുറ സൈഡിലേക്ക് അങ്ങോട്ടോടെ കാര്യമുള്ളൂ. അങ്ങോട്ട് സൈഡ് മുള കത്ത് മൊത്തം കത്തുന്നുണ്ടോ? ആ, കുറച്ചുകൂടെ പ്രഷർ കൂട്ടി വിട്ടേ. ഇവിടെ ഇങ്ങനെ വൻ തീപിടുത്തം ഉണ്ടായി. ഫയർഫോഴ്സ് എത്തിയിട്ടും
നമ്മൾ 2 റേഞ്ച് ഓഫീസർമാരെയും ഫോറസ്റ്റുകാരെ ഉൾപ്പെടെ വിളിച്ചിട്ടും ഇതുവരെ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ തീ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ട് താഴെ മൊത്തം വീടുകളാണ്. വലിയ ഇത്രയും ഫയർഫോഴ്സ് വരെ എത്തി തീ ഇതുപോലെ കിടത്തിയിട്ട് പോലും നമ്മുടെ ഈ ഫോറസ്റ്റ് അധികാരികൾ ആരും ഈ സ്ഥലത്ത് എത്തുമോ അറിയുമോ അല്ലെങ്കിൽ വിളിച്ചിട്ട് എടുക്കുകയോ ചെയ്തിട്ടില്ല. അവരറിഞ്ഞിട്ടില്ല എന്ന് നമുക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഈ തീ എങ്ങനെ പിടിച്ചു എന്നാണ് ഇപ്പോൾ സംശയം. ഇത് നാച്ചുറലായിട്ട് കത്തിയതാണോ ഇനി ആരുടെയെങ്കിലും അറിവോടെ കത്തിച്ചതാണോ എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ. മരം വരെ കയറി കത്തുന്നുണ്ടല്ലേ? മരങ്ങളെല്ലാം നിന്ന് കത്തുക. ഇപ്പോൾ അവിടെ ഒരു കാറ്റത്ത് ഒരു തീ അങ്ങ് പാറിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയിലൊക്കെ തീ പടർന്നു പിടിക്കണേ. ഇല്ലി ഇത്രയും ഒക്കെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഇത് ഫോറസ്റ്റിന്റെ അധീനതയിലല്ലേ ഈ ഒരു മേഖല? ഫോറസ്റ്റുകാർ ഇത് സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിക്കുന്ന കെട്ടിടമാണ് ആ കാണുന്നത്. അതിന്റെ ചുറ്റും നിന്നായി കത്തണേ. ഇതെല്ലാം അവരെ അധീനതയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ കോട്ടപ്പാറയിലേക്ക് പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഒരു ബോർഡ് വെച്ചിരുന്നു. ഇങ്ങനെ നാട്ടുകാർ കയറും തീ പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ തീകത്തലെന്നാണ് സംശയിക്കുന്നത്. ആൾക്കാർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് അധികാരികളെ വിളിച്ചിട്ട് ഇതുവരെ ഒരു ജനപ്രതിനിധിയല്ലേ വിളിച്ചത്. ജനപ്രതിനിധി വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ 2 റേഞ്ചിൻ്റെ അധികാരികളെ വിളിച്ചു. 2 പേരും ഫോൺ എടുത്തില്ല. ഫോറസ്റ്റ് വിളിച്ചു, ഫോറസ്റ്റും ഫോൺ എടുത്തില്ല. തിരിച്ചു ഇത് നിമിഷം വരെ വിളിച്ചില്ല. നമ്മൾ ചുമ്മാ തമാശന് വിളിക്കുന്നവരല്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യമല്ലേ. അപ്പോൾ അവരുടെ ഫോൺ എടുക്കാഴികയിൽ വെച്ച് ഞങ്ങൾ സംശയിക്കുക ഈ തീപിടുത്തം. അതെ, മെമ്പർ വരെ ഉൾപ്പെടുന്ന അവർ പറയുന്നത് ഇപ്പോൾ ഈ അവർ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ആൾക്കാരെ പ്രവേശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഈ പറഞ്ഞ ഭരണാധികാരികൾ തീയിട്ടതാണോ എന്ന് വരെ ജനപ്രതിനിധികൾ പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം എന്നാണ് നമ്മൾ അറിയിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്തിട്ടും ആരും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അവിടെ എല്ലാം ഇട്ടിരുന്നു. ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന് ഒരു യൂണിറ്റ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരു യൂണിറ്റിനെ കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തീ പടരുന്നത് നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇല്ലികൾ ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറായി വന്നപ്പുറത്ത് കോട്ടപ്പാറ ഭാഗത്ത് തീ കത്ത് തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഫയർഫോഴ്സ് വന്നിപ്പോൾ കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം കൂടി കുറേയൊക്കെ കിടത്തിയായിരുന്നു. നമ്മുടെ വണ്ണപ്പുറത്തൊരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി ഈസി ആവുന്നത്. വണ്ണപ്പുറത്തൊരു ഫയർ സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ മാത്രമേ 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് കൊണ്ട് സംഗതി തീ കെട്ടുപോയായിരുന്നു. ഇപ്പോൾ വണ്ണപ്പുറത്ത് ഫയർ സ്റ്റേഷൻ ഇല്ലാത്ത കാരണം തൊഴിലെന്ന് വരേണ്ട വന്നു. ചേട്ടൻ്റെ വീട് അടുത്താണോ? എൻ്റെ വീട് തൊട്ട് താഴെ. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഭീഷണിയായിട്ട് മാറില്ല ഇനിയിപ്പോൾ ഭീഷണിയായിട്ട് വരും. അതെ അല്ലേ? വീട്ടിലേക്ക് പ്രശ്നമാവും. വീട്ടിലേക്ക് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് തല്ലിക്കെത്താൻ അടയ്ക്കാനുള്ള പറ്റില്ല. രാത്രിമാര് തീയിലാക്കണം. ഇപ്പം നിലവിൽ ഈ മെമ്പറൊക്കെ പറയുന്നത് ഒരു ഫോറസ്റ്റുകാർ തന്നെ ഇപ്പോൾ ഈ ഒരു തീയിട്ടതാണോ സംശയം എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി ഫോറസ്റ്റുകാരൊന്നും കയറി ഇങ്ങോട്ട് വന്നില്ല. 12 അവിടെ നിന്ന് പറയുമ്പോഴേ അവരും വന്നൊന്നും ഇല്ല. അങ്ങനെ ഇല്ല അല്ലേ? ശരി. മരത്തിന് മേലെ തീ അതെ. ആ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? താഴെ കത്തി കയറി വരുന്നുണ്ട്. ഒരു 11 മണിയൊക്കെയായി. 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ അങ്ങ് പുറപ്പെട്ടായിരുന്നു. പക്ഷേ കണ്ടില്ല. ഈ പുക കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതിന് പകുതിയോളമായി. എത്ര സമയം എടുക്കുന്നു വല്ല ഐഡിയ ഉണ്ടോ? ഏകദേശം സമയം തുടങ്ങി. മണിക്കൂറോളമായി ഇപ്പോൾ. ഏകദേശം എത്ര മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരിക്കും വിചാരിക്കുന്നുണ്ടോ?
പിന്നുള്ളൊരു 10-11 കൂടി തുടങ്ങിയായിരിക്കും. അപ്പോൾ ആര് ഫയർഫോഴ്സിനെ അറിയിച്ചതെന്ന് അറിയോ? ഞങ്ങൾ നാട്ടുകാരനെ അറിയിച്ചല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പം കൺട്രോളാവുമായിരിക്കും അല്ലേ? കൺട്രോളാവുമായിരിക്കും. കൺട്രോളായി വരുന്നു. ഇങ്ങോട്ട് തീ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ വർഷവും തീ തന്നെയാണോ ഇവിടെ? ഇവിടെ നിന്ന് വല്ലതും കത്തിയാണോ ആ ഭാഗത്ത് കത്തി? എവിടെ നിന്ന് കത്തിയെന്നുള്ള ഐഡിയ ഉണ്ടോ? ഇവിടെ അല്ലേ? ഓ ഇപ്പോൾ അറിഞ്ഞല്ലേ? ഇങ്ങോട്ട് വലിയ തീ ആയിരുന്നെങ്കിൽ വീട്ടിലേക്ക് വന്ന് സീനാവുമോ? അപ്പോൾ നിലവിലിപ്പോൾ ഈ ഇല്ലിയൊക്കെ നമ്മുടെ പറമ്പിലാണ് നിൽക്കണേ അതല്ലേ? ഓ ഇനി അങ്ങോട്ട് വീടുണ്ടോ? എത്ര വീടുണ്ട് ഇങ്ങോട്ട്? ഇതിലേക്ക് ആൾ താമസമുള്ളതാണോ? ഓക്കെ ശരി എന്നാൽ. മലയുടെ അടിവാരവശമായ വണ്ണപ്പുറ സൈഡിലേക്ക് തീ പടരുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ല. ഇപ്പോൾ ഈ ഒരു മേളിലേക്ക് കാണുന്ന പ്രദേശത്ത് മാത്രമാണ് തീ കാണുന്നുള്ളൂ. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തീ ഉയർന്നതെല്ലാം തന്നെ തീ അണച്ചിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പുലർത്തുക. ഇതുപോലുള്ള വാർത്തകൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.